Hi students, today I am discussing part 2 of module 1. In part 2 I am discussing investment process, difference between investment and speculation and investment and gambling. Investment process. Before going to investment process, once again we can recollect the meaning of investment. Investment means the employment of fund with the aim of getting a return on it. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പം നമ്മുടെ ഇൻകം നമുക്ക് എക്സ്പെൻഡിച്ചർ ആക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് സേവ് ചെയ്യുന്നത് ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് ആകുന്നില്ല. ആ സേവിങ്സിന് നമ്മൾ ഒരു ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടാൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും നമ്മൾ ആ ഒരു സേവിങ്ങിനെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ഫ്യൂച്ചറിൽ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടിനെ കമ്മിറ്റ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, റിട്ടേൺ എന്ന് പറയുന്നത് ഇൻ ഫോം ഓഫ് റെഗുലർ ഇൻകം ഓർ ക്യാപിറ്റൽ അപ്രിസിയേഷൻ. റെഗുലർ ഇൻകം എന്ന് പറയുമ്പം ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ആണെങ്കിൽ റെൻ്റ് ആകാം. ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ ഗെറ്റിംഗ് ബാക്ക് സംതിങ് ദാൻ വാട്ട് ഈസ് എംപ്ലോയ്ഡ്, നമ്മൾ ഇട്ടതിനേക്കാൾ കൂടുതൽ കിട്ടണം. ഓക്കെ, നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ലീഡിംഗ് ടു പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് ഓർ അതർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിൽ എന്തൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് സെലക്ട് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു. ആ ഒരു പ്രോസസ്സിൽ എന്തൊക്കെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി എന്ന് പറയുമ്പം ഡിഫറെൻറ്റ് ഇൻവെസ്റ്റേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓർ കൺസ്ട്രെയിൻറ്റ് ആൻഡ് പ്രിഫറൻസ്. ഓക്കെ, അപ്പം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ദേ ഡിഫർ ഇൻ ടേംസ് ഓഫ് ദെയർ ഒബ്ജക്റ്റീവ്സ്, കൺസ്ട്രെയിൻസ് ആൻഡ് പ്രിഫറൻസ്. ഓരോ ഇൻവെസ്റ്റേഴ്സിനും അവരുടേതായ ഒബ്ജക്റ്റീവ്സ് കാണും, അവരുടേതായ പ്രിഫറൻസ് കാണും, അവരുടേതായ കൺസ്ട്രെയിൻസ് കാണും. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പം അവർ റിട്ടേൺ ചിലപ്പം എന്താ പറയുന്നത്, ഹയർ റിട്ടേൺ ആഗ്രഹിക്കുന്നവരായിരിക്കാം, അവർ റിസ്ക് എടുക്കാൻ തോന്നിയും താല്പര്യമുള്ളവരായിരിക്കാം. മെയിൻ ഒബ്ജക്റ്റീവ് നമ്മുടെ റിട്ടേൺ തന്നെയാണ്. ഓക്കെ, അപ്പം റിട്ടേൺ ഇൻകം ആയിട്ടാണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയിട്ടാണോ, അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിൽ കിട്ടണോ ലോങ് റണ്ണിൽ കിട്ടണോ, ഇൻകം ഹൈ ഇൻകം ആഗ്രഹിക്കുന്നവരാണോ അല്ലെങ്കിൽ ലോ ഇൻകം ആഗ്രഹിക്കുന്നവരാണോ, റിസ്ക് അവേഴ്സ് ആണോ. അപ്പം ഓരോരുത്തരുടെയും ഒബ്ജക്റ്റീവിൻ്റെ ബേസിസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ അവരെ സെലക്ട് ചെയ്യുന്നത്. ഇനി ഓരോരുത്തരുടെയും പ്രിഫറൻസ്, അവരവരുടെ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനമാക്കിയായിരിക്കും ഓരോരുത്തരുടെയും ഓരോ ഇൻവെസ്റ്റേഴ്സും ഓരോ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പം അവിടെ പറയാനുള്ളത് ലിക്വിഡിറ്റി, പെട്ടെന്ന് ക്യാഷ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് സെക്യൂരിറ്റിയുടെ, അല്ലെങ്കിൽ ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെയും യുണീക്ക് സർക്കംസ്റ്റാൻസസ്. ചിലപ്പം ഹൈ ടാക്സ് ബ്രാക്കറ്റിൽ പെടുന്നവരാണെങ്കിൽ അത് അവരുടെ ഒരു കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അങ്ങനെയുള്ള സെക്യൂരിറ്റീസ് ആയിരിക്കും, ടാക്സ് ഡിഡക്ഷൻ അല്ലെങ്കിൽ ടാക്സ് എക്സംഷൻ കിട്ടുന്ന സെക്യൂരിറ്റീസ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. ഇനി ടൈം ഹൊറിസൺ ഷോർട്ട് റണ്ണിലേക്ക് ഇടാൻ പറ്റത്തുള്ളെങ്കിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ആയിരിക്കാം. ലോങ് റൺ ആണെങ്കിൽ അങ്ങനെ ഉള്ളതായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. സോ അപ്പം ഓരോ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും പ്രിഫറൻസും ഒബ്ജക്റ്റീവും അവരുടെ കൺസ്ട്രെയിൻസും അനുസരിച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് പറയാനുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻവോൾവ് സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് ആൻഡ് സ്റ്റഡി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്. സ്റ്റഡി ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേനും ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം, അവരുടെ കൺസ്ട്രെയിൻസ് അവരുടെ പ്രിഫറൻസ് മനസ്സിലാക്കണം. അതനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ ഓപ്റ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രോസസ് ഈസ് സെക്യൂരിറ്റി അനാലിസിസ്. ഓക്കെ, സെക്യൂരിറ്റി അനാലിസിസ് മീൻസ് ഹിയർ when an individual has arranged a logical order of type of investment that he requires,
then he need to analyze the securities available for investment. അതായത് അദ്ദേഹം ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ അവർക്ക് വേണ്ടുന്ന സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് സെലക്ട് ചെയ്തതിന് ശേഷം ദേ നീഡ് ടു അനലൈസ് ദാറ്റ് പെർട്ടിക്കുലർ സെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്ത ആ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് എന്ത് ചെയ്യേണ്ടി വരും, അവർ അനലൈസ് ചെയ്യണം. ദാറ്റ് ഈസ് സെക്യൂരിറ്റി അനാലിസിസ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ്. ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി അനാലിസിസ് എന്ന് വെച്ചാൽ അനലൈസിങ് ദ സെക്യൂരിറ്റീസ് അവൈലബിൾ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിനെ ഹിയർ നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് ക്യാൻ ബി ഡൺ ബൈ മാർക്കറ്റ് അനാലിസിസ്, ഇൻഡസ്ട്രി അനാലിസിസ് ആൻഡ് കമ്പനി അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് നമുക്ക് നടത്തണം, അതിന് വേണ്ടിയിട്ട് ടെക്നിക്കൽ അനാലിസിസും നടത്തണം. ഫണ്ടമെൻ്റൽ അനാലിസിസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബൈ മാർക്കറ്റ് അനാലിസിസ്, ഇൻഡസ്ട്രി അനാലിസിസ് ആൻഡ് കമ്പനി അനാലിസിസ്. എന്താണ് മാർക്കറ്റ് അനാലിസിസ് എന്ന് ചോദിച്ചാൽ നമ്മൾ മാർക്കറ്റ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻസ് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ, നമ്മുടെ പൊളിറ്റിക്കൽ കണ്ടീഷൻ, ഇൻ്റർനാഷണൽ കണ്ടീഷൻ, ഏത് സ്റ്റേജിലൂടെയാണ് നമ്മൾ പോകുന്നത്, ബൂമാണോ ഡിപ്രഷനാണോ, അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം നമ്മുടെ. ദെൻ ഇൻഡസ്ട്രി അനാലിസിസ്. ഇൻഡസ്ട്രി അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏത് കമ്പനിയാണോ ആ കമ്പനി നിലകൊള്ളുന്ന ഇൻഡസ്ട്രി, അതിപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ആകാം അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ആകാം, ആ പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. നെക്സ്റ്റ് കമ്പനി അനാലിസിസ്. ദാറ്റ് പെർട്ടിക്കുലർ കമ്പനി, ഏത് കമ്പനിയിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ കമ്പനിയെക്കുറിച്ച് അനാലിസിസ് നടത്തണം. അവരുടെ ബാലൻസ് ഷീറ്റ്, അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എവിടെയാണ്, അവർക്ക് ഷെയർ അസറ്റ്സ് എത്രയുണ്ട്, അവരുടെ ഡെപ്റ്റ് പൊസിഷൻ എങ്ങനെയാണ്, അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ അനലൈസ് ചെയ്യണം. അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് അവർ കൊടുക്കുന്ന ഡിവിഡൻഡ് എങ്ങനെയാണ്, റിട്ടേൺ ഓൺ ഏർണിംഗ് എങ്ങനെയാണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ്, ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ അനലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ അനാലിസിസ് ആണ് വരുന്നത്. അടുത്തത് ഫണ്ടമെൻ്റൽ അനാലിസിസ് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് നടത്തുന്നു. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ലുക്കിംഗ് ഇൻ ടു ദ ട്രെൻഡ് ഓഫ് പ്രൈസ് ഓഫ് ഷെയർ പ്രൈസിൻ്റെ ട്രെൻഡാണ് അവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതായത് പാസ്റ്റിൽ ആ ഷെയർ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പാസ്റ്റിലെ പെർഫോമൻസിൻ്റെ ബേസിസിൽ നമ്മളൊരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ചാർട്ട് വരച്ചിട്ട് ആ ഷെയർ പ്രൈസിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ് പോകുന്നതെന്ന് അനലൈസ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് ടെക്നിക്കൽ അനാലിസിസ്. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി അനാലിസിസ് എങ്ങനെയൊക്കെയാണ് നടത്തുന്നത്, ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും. ഫണ്ടമെൻ്റൽ അനാലിസിസ് ഇൻ ദ ഫോം ഓഫ് മാർക്കറ്റ് അനാലിസിസ്, ഇൻഡസ്ട്രി അനാലിസിസ് ആൻഡ് കമ്പനി അനാലിസിസ്. ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് വി നോ ദ ട്രെൻഡ് ഓഫ് പ്രൈസ് ഓഫ് ഷെയർസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി വാല്യുവേഷനാണ്. സെക്യൂരിറ്റി വാല്യുവേഷൻ എന്ന് പറയുമ്പം ഇറ്റ് ക്യാൻ ബി ബൈ ഇൻട്രൻസിക് വാല്യൂ ഓഫ് ഷെയർ ആൻഡ് ഫ്യൂച്ചർ വാല്യൂ ഷെയർസ്. അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിൻ്റെ ഇൻട്രൻസിക് വാല്യൂവും അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂവും നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നത്. ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുമ്പം വർത്ത് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ അസറ്റ്, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിൻ്റെ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ സെക്യൂരിറ്റിയുടെ ആക്ച്വൽ വാല്യൂ എന്താണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ്സ് ഫ്യൂച്ചർ വാല്യൂ. ആക്ച്വൽ വാല്യൂ നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമൈൻ ചെയ്യാം. ദെൻ അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ, ദാറ്റ് ഈസ് ഇൻ സെക്യൂരിറ്റി വാല്യൂഷൻ. വാല്യൂയിങ് അവർ സെക്യൂരിറ്റി ഇറ്റ് ഈസ് ബൈ ഇൻട്രൻസിക് വാല്യൂ ആൻഡ് ഫ്യൂച്ചർ വാല്യൂ. ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുമ്പം ആക്ച്വൽ വാല്യൂ ഓഫ് ദ അസറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഡൺ ബൈ ഫണ്ടമെൻ്റൽ അനാലിസിസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ അസറ്റ് ഓർ സെക്യൂരിറ്റി. നെക്സ്റ്റ് ഈസ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ. പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ. ഇവിടെ നമ്മൾ പോർട്ട്ഫോളിയോ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു, നമ്മുടെ പോർട്ട്ഫോളിയോ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. ദെൻ വാട്ട് ഈസ് പോർട്ട്ഫോളിയോ? എന്താണ് പോർട്ട്ഫോളിയോ എന്ന് ചോദിച്ചാൽ, പോർട്ട്ഫോളിയോ ഈസ് കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഓർ അസറ്റ് which is designed and selected by the investors in order to maximize return and minimize risk. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഇതൊരു കോമ്പിനേഷനാണ്, ഒരു കൂട്ടം സെക്യൂരിറ്റികളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം അസറ്റുകളുടെ ഒരു കോമ്പിനേഷനാണ്. അവിടെ ഇൻവെസ്റ്റർ ആഗ്രഹിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ എന്ത് ചെയ്യണം, മാക്സിമൈസ് ചെയ്യണം ബൈ മിനിമൈസിങ് റിസ്ക് മിനിമൈസ് ചെയ്തുകൊണ്ട്, റിസ്ക് പരമാവധി കുറച്ചുകൊണ്ട് റിട്ടേൺ കൂട്ടുക എന്നുള്ളതാണ് അവിടെ ഇൻവെസ്റ്ററുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റി അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് അസറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത്. അപ്പം വൺസ് മോർ എന്താണ് പോർട്ട്ഫോളിയോ എന്ന് ഞാൻ പറയാം. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഓർ അസറ്റ്സ് വിച്ച് ഈസ് ഡിസൈൻഡ് ആൻഡ് സെലക്റ്റഡ് ബൈ ദ ഇൻവെസ്റ്റർ ഇൻ ഓർഡർ ടു മാക്സിമൈസ് റിട്ടേൺ ആൻഡ് മിനിമൈസ് റിസ്ക്.
ഓക്കെ. അപ്പം എന്താണ് ഇപ്പം പോർട്ട്ഫോളിയോ, ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. എൻ്റെ കയ്യിൽ ഒരു 1,00,000 റുപ്പീസ് ഉണ്ടെങ്കിൽ ആ 1,00,000 എനിക്ക് എന്ത് ചെയ്യാം, ഫുള്ളി എനിക്ക് ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ ഷെയറിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ. അതിന് പകരമായിട്ട് അവിടെ എനിക്ക് എന്തായിരിക്കും, ഹൈ റിസ്ക് ആയിരിക്കും, അതുപോലെ റിട്ടേൺ കിട്ടിയാൽ ഇറ്റ്സ് ഹയർ ആയിരിക്കാം. ഓക്കെ. പക്ഷെ അവിടെ റിസ്ക് എന്ന് പറയുന്നത് എനിക്ക് ഹൈ ആണ്. ഓക്കെ. സോ എനിക്ക് എന്ത് ചെയ്യാം, ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യാം. പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ 1,00,000 എന്ന് പറയുന്നത് എനിക്കത് ഡിവൈഡ് ചെയ്യാം, എനിക്ക് അലോക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം. എന്നിട്ട് എനിക്ക് പലതരം ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂയിലേക്ക് പലതരം ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് എനിക്ക് എന്ത് ചെയ്യാം, ആ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ 1,00,000 ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. ഒരു 20,000 റുപ്പീസ് ഞാൻ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു 20,000 റുപ്പീസ് വേറൊരു പെർട്ടിക്കുലർ ഒരു കമ്പനിയുടെ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, കുറച്ച് ഞാൻ മ്യൂച്വൽ ഫണ്ടിലിടുന്നു, ഞാൻ കുറച്ച് ഇൻഷുറൻസിലിടുന്നു, ഞാൻ കുറച്ച് ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുന്നു, ഞാൻ കുറച്ച് എന്ത് ചെയ്യുന്നു, ഗോൾഡ് വാങ്ങിക്കുന്നു, ഞാൻ കുറച്ച് റിയൽ എസ്റ്റേറ്റ് ഇടുന്നു. അങ്ങനെ ഒരു കൂട്ടം ഒരു കോമ്പിനേഷനാണ് ഞാൻ അവിടെ ഉണ്ടാക്കുന്നത്. ഓക്കെ. ഷെയർ തന്നെ ഞാൻ പല പല കമ്പനിയിലെ ഷെയറുകളിൽ ഇടുന്നു. ഓക്കെ. എൻ്റെ ആ ഒരു പൈസ കുറേ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പല പല കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയറുകളിലായിട്ട് ഇടാം. ഓക്കെ. അപ്പം ഞാൻ അവിടെ ഒരു കോമ്പിനേഷനാണ് സൃഷ്ടിക്കുന്നത്. ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൊത്തവും നഷ്ടമാകുന്നതിനേക്കാളും എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, അവിടെ കുറച്ച് ഏതെങ്കിലും ഒന്നിൽ നിന്നൊക്കെ ചിലപ്പം ലോസ് ഉണ്ടാകത്തുള്ളൂ. അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, അന്നേരം റിസ്ക് കുറച്ചൊന്ന് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നു, റിട്ടേൺ എനിക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നു. ചിലപ്പോൾ ഏതെങ്കിലും ഒന്നിൽ നിന്നും എനിക്കും ഹൈ റിട്ടേൺ കിട്ടാം. സോ അവിടെ ഞാൻ ആ കോമ്പിനേഷനിലൂടെ എൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബൈ മാക്സിമൈസിങ് റിട്ടേൺ ആൻഡ് മിനിമൈസിങ് റിസ്ക്. സോ ഒരു കോമ്പിനേഷൻ, ആ 1,00,000 ഞാൻ എന്ത് ചെയ്യുന്നു, പലയിടത്തോട്ടായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഡൈവേഴ്സിഫൈ ചെയ്യുന്നു, പല ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഈ ഫണ്ടിനെ ഞാൻ അലോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുകയാണ്. ഒരിടത്ത് തന്നെ എല്ലാം ഇടാതെ പലയിടത്തായിട്ട് ഇടുകയാണ്. അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഡിസൈൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് പോർട്ട്ഫോളിയോ. അപ്പോൾ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പം കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഒരു അസറ്റ്സിൻ്റെ കോമ്പിനേഷൻ ഞാൻ സെലക്ട് ചെയ്ത് അവിടേക്ക് എൻ്റെ ഫണ്ട് ഞാൻ അലോക്കേറ്റ് ചെയ്യുന്നു, ഞാൻ ഡൈവേർട്ട് ചെയ്യുന്നു എങ്കിൽ ദാറ്റ് ഈസ് പോർട്ട്ഫോളിയോ construction. Last is പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ. പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറയുമ്പം നമ്മൾ പോർട്ട്ഫോളിയോ ഒക്കെ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം വി നീഡ് ടു ഇവാലുവേറ്റ് ആൻഡ് റിവൈസ് ദ പോർട്ട്ഫോളിയോ അറ്റ് പീരിയോഡിക്കൽ ഇൻ്റർവൽസ്. ഓക്കെ. നമ്മൾ കൂടെ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ അപ്ഡേറ്റ് ചെയ്യണം, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, നമ്മൾ അത് റിവൈസ് ചെയ്യണം. ഓക്കെ. ഇൻ പോർട്ട്ഫോളിയോ റിവിഷൻ സം എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ആർ സോൾഡ് വേറസ് ന്യൂ സെക്യൂരിറ്റീസ് ആർ പർച്ചേസ്ഡ്. ഈ പോർട്ട്ഫോളിയോ നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സെക്യൂരിറ്റീസ് നമ്മൾ പിന്നെയും നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് വാങ്ങുന്നു, കുറേ സെക്യൂരിറ്റീസ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നിന്നും സെയിൽസ് നടത്തും. ഓക്കെ. അതായത് നമ്മുടെ പോർട്ട്ഫോളിയോ റിവൈസ് ചെയ്യുമ്പോഴത്തേനും അത്ര പെർഫോമൻസ് ആയിട്ടുള്ളതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിൽസ് നടത്തുന്നു. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ചില അവന്യൂസ് അല്ലെങ്കിൽ ചില കമ്പനിയുടെ ഷെയർസ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് അതിനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പം ഇത്രയും സ്റ്റേജസ് ആണ്, അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്സ് ആണ് എവിടെയുള്ളത്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിലുള്ളത്. 5 steps. ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഇൻവെസ്റ്റേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്, കൺസ്ട്രെയിൻസ് ആൻഡ് പ്രിഫറൻസ്. അതനുസരിച്ചിട്ടായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ഓപ്റ്റ് ചെയ്യുന്നത്. സെക്യൂരിറ്റി അനാലിസിസ് മീൻസ് സെക്യൂരിറ്റിയെ അനലൈസ് ചെയ്യുന്ന സ്റ്റേജാണ് ഓൺ ബേസിസ് ഓഫ് ഫണ്ടമെൻ്റൽ അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ്. സെക്യൂരിറ്റി വാല്യുവേഷൻ, ദാറ്റ് ഈസ് വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റി, വാല്യുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻട്രൻസിക് വാല്യൂ ആൻഡ് ഫ്യൂച്ചർ വാല്യൂ ആണ് അവിടെ നോക്കുന്നത്. ഇൻട്രൻസിക് വാല്യൂ ഇസ് ആക്ച്വൽ വാല്യൂ ആൻഡ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ദ അസറ്റ് ഓർ സെക്യൂരിറ്റി. പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും വി കൺസ്ട്രക്ട് ദ പോർട്ട്ഫോളിയോ ആൻഡ് അലോക്കേറ്റ് ദ ഫണ്ട് ടു ദ സെലക്റ്റഡ് പോർട്ട്ഫോളിയോസ്. പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറയുമ്പം റിവിഷനും അപ്രൈസലുമാണ്. അവിടെ ചില സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് സെയിൽസ് നടത്തുന്നു, ചിലത് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ. നെക്സ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് വേഴ്സസ് ഗാംബ്ലിംഗ്. ഗാംബ്ലിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ അതിന് മുൻപായിട്ട് നമ്മൾ ഗാംബ്ലിംഗ് എന്താണെന്ന് മനസ്സിലാക്കണം. ഗാംബ്ലിംഗ് മീൻസ് ഇറ്റ് ഈസ് ടേക്കിംഗ് റിസ്ക് വിത്തൗട്ട് ഡിമാൻഡിങ് കോമ്പൻസേഷൻ ഇൻ ദ ഫോം ഓഫ് ഇൻക്രീസ്ഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഇൻ ഗാംബ്ലിംഗ് ദ റിസ്ക് ഈസ് ഹൈ. Okay, we here cannot demand compensation in the form of expected return. Okay, we cannot demand return. Gambling is a game based activity. ഇവിടെ ഗാംബ്ലർ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഗാംബ്ലിംഗ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
ഫണ്ടിന് വേണ്ടിയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പീപ്പിൾ ഇൻവോൾവ് ഇൻ ഗാംബ്ലിംഗ്. സോ പീപ്പിൾ ഗാംബിൾ ടു എൻ്റർടൈൻ ആൻഡ് നോട്ട് ഫോർ ഇൻകം. ഇവിടെ അവർ ഒരു ഇൻകം എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട്, ഇൻകത്തിനേക്കാൾ കൂടുതലായിട്ട് അവരൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ടാണ് ഗാംബ്ലിങ്ങിൽ ഏർപ്പെടുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് വി കനോട്ട് ഡിമാൻഡ് റിട്ടേൺ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, നമുക്ക് അതിൽ നിന്നും പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വി ലൂസ്. ഓക്കെ, ടിപ്പിക്കൽ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹോഴ്സ് റേസ്, കാർഡ് ഗെയിം, ലോട്ടറി, ബെറ്റിംഗ്, ഇതെല്ലാം ഗാംബ്ലിങ്ങിൻ്റെ എക്സാമ്പിളാണ്. നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ ഡിഫറൻസ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലോ റിസ്ക് ആണ്. എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് കമ്പയർഡ് ടു ഗാംബ്ലിംഗ്. ഗാംബ്ലിങ്ങിൽ ഹൈ റിസ്ക് ആണ്. ഓക്കെ, ഇപ്പോൾ കാർഡ് ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ പൈസ വെച്ചിട്ടായിരിക്കും കാർഡ് ഗെയിം കളിക്കുന്നത്. അപ്പം നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് അവിടെ നമുക്ക് ലൂസ് ആവുകയാണ്. നമ്മൾ വിൻ ചെയ്തില്ലെങ്കിൽ അവിടെ നമുക്ക് ആ ഫുൾ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. ഓക്കെ, ആസ് കമ്പയർഡ് ടു ഇൻവെസ്റ്റ്മെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആണ്. ചില ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് നമുക്കറിയാം അത്ര കണ്ട് റിസ്ക് ഇല്ല, പക്ഷേ എന്നിരുന്നാൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റിലും റിസ്ക് ഉണ്ട്. ബട്ട് കമ്പയർ ടു ഗാംബ്ലിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ഹാവ് ലോ risk, whereas gambling have high risk. ടൈം ഹൊറിസൺ ലോങ്ങർ. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈം ഹൊറിസൺ എന്ന് പറയുന്നത് ലോങ്ങർ ആണ്. 1 year, 5 year അല്ലെങ്കിൽ 15 year, 20 year ഒക്കെ ആണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഹൊറിസൺ എന്ന് പറയുന്നത്, ടൈം ഹൊറിസൺ എന്ന് പറയുന്നത്. വേറസ് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ടൈം ഹൊറിസൺ എന്ന് പറയുന്നത് ഷോർട്ടർ ആണ്. ഓക്കെ, ഒരു ഗെയിം തീരാനായിട്ടുള്ള സമയം, അതിൻ്റെ റിസൾട്ട് വരാനുള്ള സമയം, അതൊക്കെ എന്ന് പറയുന്നത് വളരെ ഷോർട്ട്, ചുരുങ്ങിയ സമയമാണ്, ഹവേഴ്സ് ആണ്. ഒരു ചില മണിക്കൂറുകൾ മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡേ അല്ലെങ്കിൽ 2 ഡേ അത്ര മാത്രമേ എടുക്കത്തുള്ളൂ. ഇതൊരു റെപ്പറ്റേറ്റീവ് ആക്ടിവിറ്റിയും കൂടെയാണ്. ഒരു ഗെയിം തീർന്നാൽ പിന്നെയും ഗെയിം ഉണ്ടാവും. നമ്മൾ വിൻ ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, അങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അതൊരു ഷോർട്ടർ ആക്ടിവിറ്റിയാണ്, റെപ്പറ്റേറ്റീവ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കെയർഫുള്ളി പ്ലാൻഡ് ആൻഡ് ഇവാലുവേറ്റഡ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ സെലക്ട് ചെയ്യുന്നത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് എന്നതിന് ശേഷമാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പ്രിഫറൻസും നമ്മുടെ ഒബ്ജക്റ്റീവ്സും നമ്മുടെ ലിമിറ്റേഷൻസും ഒക്കെ നോക്കി ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിനും ഉള്ള ബെനിഫിറ്റും ഡിമെറിറ്റ്സും എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനെ വാല്യൂ ചെയ്ത് അതിനെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് അൺപ്ലാൻഡ് ആൻഡ് നോൺ സയൻറ്റിഫിക്. അവിടെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗാംബ്ലിംഗ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗാംബ്ലിങ്ങിൽ പീപ്പിൾ എന്ത് ചെയ്യുന്നത്, അവർ ഇൻവോൾവ് ആകുന്നത്. അവിടെ അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻ്റ് ആണ്. ഓക്കെ, അവിടെ അതുകൊണ്ട് ഒരു പ്ലാനിങ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് കോൺസെൻട്രേറ്റ് ഓൺ സേഫ്റ്റി. ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടുതലായിട്ടും സേഫ്റ്റി നോക്കുന്നുണ്ട്. ഓക്കെ, വേറസ് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് അവിടെ ആർട്ടിഫിഷ്യൽ ആൻഡ് അൺനെസസറി റിസ്ക്, നമ്മളൊരു ആവശ്യമില്ലാത്ത റിസ്ക്കാണ് ഇവിടെ ഉണ്ടാകുന്നത്, ഗാംബ്ലിങ്ങിൽ ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ആ ഒരു കാർഡ് ഗെയിം അല്ലെങ്കിൽ ലോട്ടറി എടുത്താൽ മതിയായിരുന്നു. പക്ഷേ അവിടെ വേണ്ടാത്തൊരു റിസ്ക്കാണ് നമ്മൾ എടുക്കുന്നത്, അൺനെസസറി ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള റിസ്ക്കാണ് ഗാംബ്ലിങ്ങിൽ നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെക്റ്റ് മോഡറേറ്റ് ആൻഡ് കണ്ടിന്യൂസ് റിട്ടേൺ. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് റിട്ടേൺ കിട്ടണം. ഓക്കെ, റിട്ടേൺ നമുക്ക് ചിലരെന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റിട്ടേൺ ആഗ്രഹിക്കുന്നവരുണ്ട്. ഗാംബ്ലിംഗ് എന്ന് പറയുമ്പം അവിടെ എക്സ്പെക്ട് നോട്ട് ഓൺലി ഹൈ റിട്ടേൺ ബട്ട് ഓൾസോ ത്രിൽ ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. അവിടെ റിട്ടേൺ വിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ട്, അത് ആഗ്രഹിക്കുന്നുണ്ട്, വിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ആ വിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലാഭം ആഗ്രഹിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ത്രില്ലും എക്സൈറ്റ്മെൻറ്റുമാണ് കൂടുതലായിട്ടും ഉള്ളത്. നെക്സ്റ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് വേഴ്സസ് സ്പെക്കുലേഷൻ. ഡിഫറൻസിലേക്ക് പോകുന്നതിന് മുമ്പ് വി നീഡ് ടു നോ വാട്ട് ഈസ് സ്പെക്കുലേഷൻ. സ്പെക്കുലേഷൻ മീൻസ് ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് മേക്കിംഗ് ക്വിക്ക് പ്രോഫിറ്റ് ഫ്രം പ്രൈസ് ഡിഫറൻസ് ആൻഡ് നോട്ട് റിസൾട്ടിംഗ് ഡെലിവറി ഓർ ഫുൾ പേയ്മെൻറ്റ്. അതായത് സ്പെക്കുലേഷനിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്വിക്ക് പ്രോഫിറ്റ്, വളരെ പെട്ടെന്ന് ഷോർട്ട് സ്പാനിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രൈസ് ഡിഫറൻസ് നിന്ന്, ബൈയിങ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള ആ ഡിഫറൻസിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഓക്കെ, അവിടെ ഈ പ്രൈസ് ഡിഫറൻസ്, സെല്ലിംഗ് പ്രൈസും ബൈയിങ് പ്രൈസും, സെല്ലിംഗ് പ്രൈസ് മൈനസ് ബൈയിങ് പ്രൈസ്, ആ ഒരു ഡിഫറൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സെറ്റിൽ ചെയ്യുന്നത്. ബയറും സെല്ലറും തമ്മിൽ ആ ഒരു ഡിഫറൻസ് ആയിരിക്കും സെറ്റിൽ ചെയ്യുന്നത്. ഫുൾ എമൗണ്ട് അവിടെ പേ ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവിടെ സെക്യൂരിറ്റി
എന്ത് ചെയ്യണമെന്നില്ല, ട്രാൻസ്ഫർ ചെയ്യണമെന്നില്ല. ഓക്കെ, അവിടെ ആ പ്രൈസ് ഡിഫറൻസ് ആയിരിക്കും സെറ്റിൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സ്പെക്കുലേഷൻ. അപ്പോൾ സ്പെക്കുലേഷൻ മീൻസ് ക്വിക്ക് പ്രോഫിറ്റ് ആണ് ഒബ്ജക്റ്റീവ്. എങ്ങനെ ഉണ്ടാക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ പ്രൈസ് ഡിഫറൻസ് അല്ലെങ്കിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസിൽ നിന്നും പ്രോഫിറ്റ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് സ്പെക്കുലേഷൻ. അവിടെ ഫുൾ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഡെലിവറി ഓഫ് സെക്യൂരിറ്റി നടത്തത്തില്ല. ആ പ്രൈസ് ഡിഫറൻസ് ആയിരിക്കും ചില സമയങ്ങളിൽ സെറ്റിൽ ചെയ്യുന്നത്. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെക്കുലേഷൻ? ഇൻവെസ്റ്റ്മെൻറ്റ് വി ഗെറ്റ് എ റെഗുലർ ഇൻകം, നമുക്കൊരു മന്ത്ലി ഇൻകം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബട്ട് സ്പെക്കുലേഷൻ അവിടെ പ്രോഫിറ്റാണ് ഫ്രം പ്രൈസ് ഡിഫറൻസ്, പ്രൈസ് ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ പ്രൈസ് ഡിഫറൻസിൽ നിന്നുള്ള പ്രോഫിറ്റാണ് കിട്ടുന്നത്. ബൈയിങ് പ്രൈസും സെല്ലിംഗ് പ്രൈസിൽ നിന്നുള്ള ആ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് പ്രോഫിറ്റായിട്ട് വരുന്നത് സ്പെക്കുലേഷനിൽ. ഇനി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഹോൾഡിംഗ് പീരീഡ് ഇറ്റ് ഈസ് ലോങ്. സ്പെക്കുലേഷൻ ലിറ്റിംഗ് ഹോൾഡിംഗ് പീരീഡ്, വളരെ പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള ട്രാൻസാക്ഷനാണ് ഇവിടെ സ്പെക്കുലേഷനിൽ. അതായത് ഒരു ഹോൾഡിംഗ് പീരീഡ് എത്ര കണ്ട് ലോങ്ങർ അല്ല ഇവിടെ സ്പെക്കുലേഷനിൽ. മോഡറേറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ, ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കൊരു റേറ്റ് ഓഫ് റിട്ടേൺ, ഒരു മോഡറേറ്റ്, ഒരു ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് എവിടെ കിട്ടുന്നുണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള റിട്ടേൺ ആണ് എവിടെ നമുക്ക് കിട്ടുന്നത്? സ്പെക്കുലേഷനകത്ത് കിട്ടുന്നത്. ഹെവി പ്രോഫിറ്റാണ്. ഈ പ്രൈസ് ഡിഫറൻസിൽ നിന്നും നമുക്ക് ഹെവി പ്രോഫിറ്റ് റീപ്പ് ചെയ്യാൻ പറ്റുന്നു എവിടെ നിന്ന്? സ്പെക്കുലേഷനിൽ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡസ് നോട്ട് പ്രൊമോട്ട് ലിക്വിഡിറ്റി. ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കറിയാം ചില സെക്യൂരിറ്റീസിന് എന്തില്ല? ലിക്വിഡിറ്റി ഇല്ല. ചില സെക്യൂരിറ്റീസ്, ലിക്വിഡിറ്റി മീൻസ് നമുക്ക് പെട്ടെന്ന് അത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ചിലത് കൺവേർട്ട് ചെയ്യാം. എന്നിരുന്നാൽ പോലും സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊമോട്ട്സ് ലിക്വിഡിറ്റി മോർ ദാൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റിനെക്കാളും ലിക്വിഡിറ്റി കൂടുതലുള്ളത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? സ്പെക്കുലേഷനിലാണ്. കാരണം സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ക്യൂക്ക് വളരെ ഷോർട്ട്, അവിടുത്തെ ടൈം സ്പാൻ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് പീരീഡാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് ആക്കാനായിട്ട് പറ്റും. പ്രോഫിറ്റ് പെട്ടെന്ന് ഉണ്ടാകുന്നുണ്ട്. അവിടെ പ്രൈസ് ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന്, പ്രൈസ് ഡിഫറൻസിന് പെട്ടെന്ന് നമുക്ക് പ്രോഫിറ്റ്, ക്യുക്കർ പ്രോഫിറ്റ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അവിടെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഓൺഡ് ഫണ്ട് ഈസ് യൂസ്ഡ്, സ്പെക്കുലേഷനിൽ ഓൺഡ് ആൻഡ് ബോറോഡ് ഫണ്ട് യൂസ്ഡ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മുടെ സേവിങ്സ് ആണ് നമ്മൾ ചാനലൈസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്. സ്പെക്കുലേഷനിൽ എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൈസ് ഹൈയോ അല്ലെങ്കിൽ പെട്ടെന്ന് പ്രൈസ് കൂടുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് പ്രൈസ് കുറയും എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൈസിന് ഫ്ലക്ച്വേഷൻസ് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ ഓൺഡ് ഫണ്ട് ഇല്ലെങ്കിൽ വി ഗോ ഫോർ borrowed fund. Investment directly helps economic growth, whereas speculation indirectly helps economic growth. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? എക്കണോമിക് ഗ്രോത്തിലേക്ക് നയിക്കുന്നു. സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി ഹെൽപ്സ് ഇക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, അതായത് പ്രൈസ് ഡിഫറൻസ് ഒക്കെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ചില മാനിപ്പുലേഷൻസിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ചില കമ്പനികളുടെ ഷെയറിൻ്റെ വില കൂട്ടിക്കാണിക്കുകയൊക്കെ ചെയ്യുന്നു സ്പെക്കുലേഷൻ വഴി. സോ അങ്ങനെയൊക്കെയാണ് എക്കണോമിക് ഗ്രോത്തിലേക്ക് നയിക്കുന്നത്. സോ ഇറ്റ് ഈസ് ലീഡ്സ് ടു, ഇൻഡയറക്ട്ലി ലീഡ്സ് ടു എക്കണോമിക് ഗ്രോത്ത്.